നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി കണ്ണൂർ കോർപ്പറേഷൻ 2025-26 വർഷത്തെ ബജറ്റ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അവതരിപ്പിച്ചു. 504,91,24,548 വരവും 504,41,44,666 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. 84,47,11,593 നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പ്രയോജനപ്പെടുത്തി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിനെ 40 കോടി രൂപ ചെലവഴിച്ച് മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെന്റർ ആക്കി മാറ്റാനും ബജറ്റിൽ തീരുമാനമായി. സ്പോർട്സ് കോംപ്ലക്സ് കേരളത്തിന്റെ ചർച്ചകളിൽ നിറയുന്നത് ലഹരിയും ആക്രമണവുമാണല്ലോ. കളിസ്ഥലങ്ങളുടെയും വിനോദ കേന്ദ്രങ്ങളുടെയും കുറവ് യുവജനങ്ങളെ മറ്റു പാതയിലേക്ക് തള്ളിവിടുന്നുണ്ടാകും. യുവജനം എന്ന സമ്പത്തിനെ നാടിന്റെ നന്മയ്ക്കും വികസനത്തിനും ഉയർച്ചയ്ക്കും ഏറെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതുണ്ട്. അവരെ നാടിന്റെ സ്വത്താക്കി തീർക്കണം. നാടിന്റെ കായിക വികസനത്തിനായി പള്ളിയാമൂലയിൽ കോർപ്പറേഷന്റെ അധീനതയിലുള്ള 87 സെന്റ് സ്ഥലത്ത് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ പ്രാരംഭ പ്രവൃത്തിക്കായി 20 ലക്ഷം രൂപ ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ നാടും മാറേണ്ടതുണ്ട്. രാത്രികളെ പകലാക്കുക എന്നത് വർത്തമാനകാലത്ത് വെറും പ്രയോഗമല്ല, യാഥാർത്ഥ്യമാണ്. പ്രായലിംഗഭേദമന്യേ എല്ലാവർക്കും ഒത്തുചേരാനും ഷോപ്പിംഗ് നടത്തുവാനും ഒരു പൊതു ഇടം ഉണ്ടാകണം. മറ്റു പല നാടുകളിലെയും പോലെ നമ്മുടെ നാട്ടിലും സുരക്ഷിതമായ നൈറ്റ് ലൈഫ് എന്ന ആശയം മുൻനിർത്തി സൗത്ത് ബസാറിൽ കോർപ്പറേഷൻ സ്ഥലത്ത് നൈറ്റ് മാർക്കറ്റ് നിർമ്മിക്കും. ഇതിനായി 1 കോടി രൂപ. വ്യാപാര സമുച്ചയം മരക്കാർ കണ്ടി കോർപ്പറേഷന്റെ ചെലവുകൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനനുസരിച്ച് തനത് വരുമാനവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി പറ്റാവുന്ന രീതിയിൽ വരുമാന വർധനവുണ്ടാക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം. ഇതിന്റെ ഭാഗമായി പടന്ന ഡിവിഷനിലെ മരക്കാർക്കണ്ടി റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ഉൾപ്പെടുന്ന വ്യാപാര താമസ സമുച്ചയം പണിയും. ഇതിന്റെ പ്രാരംഭ പ്രവൃത്തിക്കായി 1 കോടി രൂപ. ഭിന്നശേഷിക്കാർക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ സെന്റർ ആരംഭിക്കുന്നതിന് 10 ലക്ഷം രൂപ നീക്കിവെച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് 4 കോടി രൂപയും ഹാപ്പി ഹോം സ്വയംപ്രഭ ഹോമുകൾക്ക് 2.5 കോടി രൂപയും ആനിമൽ ക്രിമിറ്റോറിയത്തിന് 65 ലക്ഷം രൂപയും ബാലസൗഹൃദ അംഗനവാടികൾക്കായി 1 കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. പട്ടികവർഗ വികസനത്തിന് 40 ലക്ഷം രൂപ നീക്കിവെച്ചു. മരക്കാർക്കണ്ടിയിൽ വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ആശാവർക്കർമാർക്ക് മാസത്തിൽ 2000 രൂപ ഓണറേറിയം നൽകാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ.